അപ്പോഴേ കൂട്ടുകാരെ, നമ്മളിന്ന് സൺഡേ ആയിട്ട് മക്കളെയൊക്കെ കൂട്ടി ഒന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളിതാ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് നിർമ്മിച്ചിട്ടുള്ള പുതുതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ റെയിൽവേ അണ്ടർപാസാണ്. നമ്മളതിലൂടെ നിന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. നിലമ്പൂരുകാരുടെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു, അതങ്ങനെ യാഥാർത്ഥ്യമായി. ഞങ്ങളിപ്പോൾ ഈ പോകുന്ന യാത്ര എവിടേക്കാണെന്നല്ലേ, ഞങ്ങൾ റിലേറ്റീവ്സ് ഉണ്ട് പൂക്കോട്ടുംപാടം ചേലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവർക്ക് അവിടെ ഒരു പായസക്കടയുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ദിവ്യാസ് കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ സ്വന്തം ഉടമയായ ദിവ്യയാണ് ഈ നിൽക്കുന്നത്, ഞങ്ങളെ പൊന്നു ചേച്ചി. ഞങ്ങളെ കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിലുള്ളൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ കണ്ടത്. തുമ്പിയും ആമിയും അവിടെ നടക്കുന്ന പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ്. കരിമ്പൻ ജ്യൂസ് ഉണ്ട്, പായസമുണ്ട്, അച്ചാറ്, പുളിയിഞ്ചി, പാനിപ്പൂരി, ഉപ്പിലിട്ടത്, അങ്ങനെ പല കച്ചവടങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനൊരു സമയം ഒത്തു കിട്ടിയത്. അപ്പോൾ ചേച്ചി ചേട്ടനൊക്കെ അവിടെ അതിൻ്റേതായ തിരക്കുകളിലാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചൊരു തിരക്കുള്ള ദിവസമാണ് അവർക്ക്. ഞങ്ങൾക്ക് ഞായറാഴ്ച അല്ലാതെ മറ്റൊരു ദിവസം ഇതിനായിട്ട് ഇറങ്ങാൻ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വന്നതാണ്. അപ്പോൾ പാനിപ്പൂരിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആമിക്ക് പാനിപ്പൂരി മതി എന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കൊടുക്കുകയാണ് ചേച്ചി കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തിരക്കുകളൊക്കെ ഒതുങ്ങി ഞങ്ങളിതാ പോരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളതായിട്ടുള്ള സംസാരങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും പോരാനായിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഞങ്ങളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. തുമ്പി ഇങ്ങനെ വീണ്ടും നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എന്തെടുക്കണം എന്നുള്ള ഭാവത്തിൽ. ഏതായാലും പിന്നെ ഞങ്ങളൊന്നും എടുക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കുള്ള കാഴ്ചയാണത്. നമ്മൾ നിലമ്പൂർ വഴിയാണ് വരുന്നത് കേട്ടോ. നിലമ്പൂർ ശുക്രി എന്ന് പറഞ്ഞൊരു നട്ട്സിൻ്റെ ഒക്കെ ഒരു കടയുണ്ട്. അപ്പോൾ നമ്മളവിടെ കയറി മക്കൾക്ക് നട്ട്സ് എടുക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. അവിടെ കയറിയപ്പോൾ നല്ല ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്, വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടു. അതായത് കുട്ടികളുടെ ടോയ്സ് ഉണ്ട്, പിന്നെ മിഠായികളുണ്ട്, ചോക്ലേറ്റ്സ് തന്നെ പലതരത്തിലുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങളവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. ഏട്ടൻ ഇടയ്ക്ക് കയറാറുണ്ട്, മക്കൾക്ക് നട്ട്സ് അവിടെ നിന്നാണ് എടുക്കാറെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ബ്ലൂ കളറ് ടോയ് ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തുമ്പി ആ കളർ വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. അവിടെ നിന്ന് വരുന്നേ ഇല്ല കേട്ടോ. ആ ടെഡി ബെയറിനെ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് വാങ്ങേണ്ടി വരും. വാങ്ങുന്നതിനല്ല, അവൾ കളിക്കുകയൊന്നുമില്ല. കൊണ്ടുവന്നിട്ട് നമ്മളെ വീട്ടിൽ വെറുതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. കുട്ടികളുടെ ഒരു സ്വഭാവമാണല്ലോ അത്. കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നിടത്ത് കയ്യിൽ പിടിക്കും. പിന്നെ ഉണ്ണേട്ടൻ്റെ സ്വഭാവം വെച്ച് മക്കൾ എന്താണോ പറയണത് അത് വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ ഒരു മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വെറുതെ അത് വാങ്ങിക്കേണ്ടെന്ന് വെച്ചിട്ട് അവളെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള മിഠായികളാണ് അടുത്ത ലക്ഷ്യം. മാഷ്മെല്ലോന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ആ മിഠായി. അത് വേണമെന്ന് പറഞ്ഞതെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. കയ്യിലെടുത്താൽ പിന്നെ വാങ്ങാല്ലാതെ വേറെ വഴിയില്ല. ഒരുപാട് സാധനങ്ങൾ അവൾ അവിടെ നിന്ന് എടുത്ത് നോക്കി, അതൊക്കെ അവിടെ തന്നെ വെച്ചു. ലാസ്റ്റ് ഇതിൽ പിടിമുറുക്കി. അപ്പം ഞങ്ങൾ അത് വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ആമിക്ക് പാക്കറ്റ് സാധനം പാക്ക് ചെയ്ത് കിട്ടി. ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് സൺഡേ പരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് വിടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് പെട്രോൾ പമ്പിൽ നിന്ന് ഒരാളിങ്ങനെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്.